മമ്മി പപ്പ സോറി കത്തെഴുതിയ ശേഷം 20-കാരി ഹോസ്റ്റൽ മുറിയിൽ ജീവനൊടുക്കി. ഇനി അവളോട് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവളെന്ത് ചെയ്തു, ഈ ലോകം വിട്ടുകണ്ടു പോയി. പക്ഷെ ഞാൻ പറയുന്നത് അവളോടല്ല, നിങ്ങളോടാണ് പറയുന്നത്. ജീവിതമാണ്, പ്രശ്നങ്ങൾ പലതും വരും. നമുക്ക് മനസ്സിലായില്ലേ? പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യന്മാർ ആരും ഇവിടെ ഇല്ല. പകുതി മുക്കാഭാഗ ആൾക്കാരും ഇന്നിവിടെ ജീവിക്കുന്നതേ മടുത്ത ജീവിതത്തോട് കൂടിയിട്ട് അവിടെ ജീവിക്കുന്നതേ. പക്ഷെ ജീവിക്കാനുള്ള കാരണം എന്തുകൊണ്ടാണത്? ഇന്നല്ലെന്നുണ്ടെങ്കിൽ നാളെ ഈ മടുപ്പ് പോയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൊതിയിലേക്ക് എത്തും എന്നുള്ള ആ ഒരൊറ്റൊരു കൊതി കാരണം കൊണ്ട് മാത്രമാണ് ഈ പറയുന്ന ഞാനടക്കം, ഇത് കാണുന്ന നിങ്ങളടക്കം ഇന്നിവിടെ ജീവിച്ചുകൊണ്ട് പോണതേ. എല്ലാ മനുഷ്യർക്കും ഓരോരോ ബുദ്ധിമുട്ട്, പ്രയാസങ്ങൾ, കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ദൈവം നമുക്ക് ഒരു പ്രശ്നം ഇവിടെ നൽകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ പരിഹാരവും നമുക്ക് തന്നെ നൽകുന്നുണ്ട്. പക്ഷെ വന്ന ബുദ്ധിമുട്ടിന്റെ അപ്പുറത്തേക്കുള്ള അതിനുള്ള ഒരു പരിഹാരം എന്താണ് എന്നുള്ളത് നമ്മളാണ് കണ്ടെത്തേണ്ടത്. അത് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള കുറച്ചൊരു സമയം നമ്മളൊന്ന് ക്ഷമിച്ച് നിന്നാൽ നമുക്ക് ഇനിയും ഒരുപാട് വർഷം ജീവിക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ സാധിക്കും. ഒരു പ്രശ്നം ഇങ്ങോട്ട് വന്നാലേ നേരെ സൂസൈഡാണ്, ഇനി ആത്മഹത്യയാണ് മുന്നിൽ എന്ന് കരുതിയാണ് അതിനിങ്ങോട്ട് പോയിട്ട് ആത്മഹത്യ ചെയ്തവിടെ കഴിഞ്ഞാലേ ആത്മഹത്യ ചെയ്ത ആളെ പ്രശ്നം അവിടെ തീർന്നു. മനസ്സിലായില്ലേ? അവർ പിന്നെ ലോകത്ത് ഇവിടെ ഇല്ലല്ലോ, അതാണ് കഴിഞ്ഞു. പിന്നെ അതിന്റെ ബാക്കിൽ കുറച്ച് ആൾക്കാരുണ്ട്. ചിലപ്പോൾ ആളോട് ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആയിക്കാണ് നിൽക്കുന്ന ഫ്രണ്ട്സുകൾ ഉണ്ടാവും, അവരുടെ അച്ഛൻ അമ്മമാരുണ്ടാവും, കുടുംബത്തിലെ ആൾക്കാരുണ്ടാവും. ഇവരൊക്കെ പിന്നീടുണ്ടല്ലോ ഈ ഒരു കാര്യത്തെ ആലോചിച്ചിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടേയിരിക്കും. പോയ ആൾക്കാർ അങ്ങോട്ട് പോകും. പക്ഷെ നിങ്ങൾ പോകുന്ന സമയത്ത് എന്നേക്കുമായിട്ട് വേദന സമ്മാനം നിങ്ങൾ നൽകിയിട്ടാണ് പോണത് എന്നുള്ളത്. ഇനി ഇതേമാതിരി സൂസൈഡ്, ആത്മഹത്യയിലേക്ക് പോകുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചോളി. ആത്മഹത്യം, സൂസൈഡ്, ഈ വക പരിപാടി ഒന്നും തന്നെ ഒന്നിനൊരു പരിഹാരമല്ല. ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്കൊരു പരിഹാരമായിരിക്കാം, പക്ഷെ നിങ്ങളുടെ ബാക്കിൽ നിൽക്കുന്ന ആൾക്കാർക്കുണ്ടല്ലോ ഒരു കാലത്ത് ഒരു പരിഹാരമല്ല. സങ്കടമായിരിക്കും, കണ്ണീരായിരിക്കും, സന്തോഷം, സമാധാനം ഒന്നും തന്നെ അവർക്ക് പിന്നെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ആര് കാരണം എന്നറിയോ? നിങ്ങൾ സ്വയം നിങ്ങളുടെ ജീവിതം ആത്മഹത്യയിൽ അവസാനിപ്പിച്ചത് കാരണം കൊണ്ട്. ഏറ്റവും കൂടുതൽ ഇന്നത്തെ കാലത്ത് ആത്മഹത്യം ചെയ്യുന്നത് 2K കിഡ്സുകളാണ്. ചെറുതും നിങ്ങളുടെ കിട്ടുമ്പോഴത്തേനും ബ്ലേഡ്, കയറ്, ഷാള് ഇതൊക്കെ എടുത്തിട്ട് അതിലാണ് ജീവിതം അവസാനിപ്പിക്കുക. മക്കളെ ഒരു കാര്യം ഇവിടെ പറഞ്ഞുതരാം, നിങ്ങളെക്കാളും മുന്നേ ഇവിടെ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങളെക്കാളും വലിയ പ്രശ്നങ്ങൾ നേരിട്ട് കണ്ട് വന്നിട്ടുള്ള ആൾക്കാരാണ്. ഈ 80s 90s ആ കാലങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതിനേക്കാളും എടങ്ങാറ് പൊടിച്ച ജീവിതം ജീവിച്ച ആൾക്കാരാണ്. പക്ഷെ ഓരൊക്കെ ഇന്ന് സുഖസുന്ദരിക്കാൻ ജീവിക്കുന്നുണ്ടല്ലോ, ഇല്ലേ? ഇന്നൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടിനേക്കാളും ഡബിൾ ഇരട്ടി ബുദ്ധിമുട്ടേനി ആ കാലത്തൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാർക്കൊക്കെ. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ശരിക്കും ആ കാലത്ത് ജനിച്ചിക്കാണ്ട് ഈ കാലത്തേക്ക് എത്താത്ത കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് അതൊന്നും മനസ്സിലാവാത്തത്. നിങ്ങൾ ഡയറക്റ്റ് ഈ ഒരു കാലത്തല്ല ഇവിടെ ജീവിച്ചിട്ടുള്ളത്. അത് കാരണം കൊണ്ട് പിന്നെന്താണെന്ന് വെച്ചാൽ കുറെ സുഖവും സൗകര്യം എല്ലാം ഈ ഒരു കാലത്ത് കിട്ടിയത് കാരണം കൊണ്ടാണ് ഇത്തിരി പ്രശ്നം വരുമ്പോൾ തന്നെ അത് താങ്ങി നിൽക്കാനുള്ള കൽപ്പ് നിങ്ങൾക്ക് ഇല്ലാതെ ബാഗ് ജീവിതങ്ങൾ അവസാനിപ്പിക്കണത്. നിർത്തിയടച്ച ചങ്ങായിമാരാ ഈ ആത്മഹത്യം, ഈ സൂസൈഡും അതും ഇതും മറിച്ചതും കോപ്പൊക്കെ നിർത്തിയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നോക്കിയിടോ. എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ജീവിതം അവസാനിപ്പിക്കുക എന്തോന്നറിയ ഇതൊക്കെ ഒരു അപേക്ഷ. ജീവിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നോക്കി ആയുസ് ദൈവം നിങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുള്ള ആ ഒരു സമയം വരെ. അല്ലാതെ നിങ്ങളുടെ ആയുസ് നിങ്ങൾ തന്നെ വിധിച്ചിക്കാണ്ട് സ്വയം മരണത്തിലേക്ക് പോകരുത്. ഒരു ബുദ്ധിമുട്ട് വന്നിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ അപ്പുറത്ത് ഒരുപാട് സന്തോഷങ്ങൾ വരാനുണ്ട്. അതൊന്നും ചിന്തിച്ചിക്കാണ്ട് വന്ന ബുദ്ധിമുട്ട് എന്താണോ അത് ആ ഒരു സമയത്ത് എങ്ങനെയെങ്കിലും ഒന്ന് തരണം ചെയ്ത് മുന്നോട്ട് നടന്നു പോയി നോക്കി. അപ്പോൾ ഒരു നല്ലൊരു സ്ഥലം നിങ്ങൾക്ക് തന്നെ കിട്ടും.